വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയ ശേഷം വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി ഓർക്കുകയാണ് അന്നൊരിക്കൽ വിഷ്ണു പറഞ്ഞ കാര്യം. ഈ വിഷ്ണു ഉണ്ട് കൊടുങ്കാറ്റിലും പേമാരിയിലും പെടാതെ കുടുംബശ്രീയെ രക്ഷിക്കാൻ എന്ന് അന്നൊരിക്കൽ ശാലിനിയോട് പറഞ്ഞത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് സരള ശാലിനിയെ അടിക്കാൻ വന്നപ്പോൾ അത് വിഷ്ണു ഏറ്റുവാങ്ങിയതും പിന്നീട് കല്യാണ പന്തലിൽ വെച്ച് താൻ പറഞ്ഞിട്ട് തന്നെ വിഷ്ണു നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചതും ഒക്കെ കാര്യങ്ങളൊക്കെ ഓർത്തു നിൽക്കുകയാണ് കണ്ണെടുക്കാതെ വിഷ്ണുവിനെ നോക്കി ശാലിനി. തന്നെ നോക്കി നിൽക്കുന്ന ശാലിനിയോട് എന്താന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണെടുക്കുകയാണ് ശാലിനി. അതിനുശേഷം ഒന്ന് ചുമച്ചുകൊണ്ട് വിഷ്ണു പോകാനൊരുങ്ങുമ്പോൾ കൈകൊണ്ട് തടയുകയാണ് ശാലിനി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇയാൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ചുറ്റുമൊക്കെ നോക്കിയിട്ട് പതിയെ വിഷ്ണു ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ചൂട് ചട്നിയുമുണ്ട്. ആ ചോദ്യം വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടെങ്കിലും പെട്ടെന്ന് ഭാവം മാറ്റി വിഷ്ണു പറയുകയാണ്, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പൊന്നും ഇല്ല. അന്നേരം ശാന്ത വന്ന് ശാലിനി മോളെ അമ്മ വിളിക്കുന്നു എന്ന് പറയുകയാണ് ശാലിനിയോട്. അത് കേട്ട് പോകാൻ തുടങ്ങുന്ന ശാലിനി പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് വിഷ്ണുവിനെ നോക്കിയിട്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറയുകയാണ്. അത് കേട്ട് തലകുലുക്കി സമ്മതിക്കുകയാണ് വിഷ്ണു. നടന്നു പോകുന്ന ശാലിനി തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു കരുതുകയാണ് ചിരിച്ചുകൊണ്ട്, ആദ്യം ഇഡ്ഡലിയും ചമ്മന്തിയും, ഇപ്പോൾ പോയിട്ട് വരാം, കൊള്ളാമല്ലോ. ശാരികയുടെ കല്യാണത്തോടുകൂടി എല്ലാം കലങ്ങി തെളിയുകയാണല്ലോ ദൈവമേ. അങ്ങനെയൊക്കെ ഓർത്ത് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് കാറിൽ പോകുന്ന രാജേശ്വരിയാണ്. രാജേശ്വരി ചിന്തിക്കുകയാണ്, ശാരദേ, നീ മകളുടെ കല്യാണം നടക്കുന്ന സന്തോഷത്തിൽ ആയിരിക്കുമല്ലോ. പക്ഷേ നോക്കിക്കോ, നിന്റെ മകളുടെ കഴുത്തിൽ താലി വീഴില്ല. ക്ഷണിച്ചു വരുത്തിയ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ മുന്നിൽ നാണിച്ച് നാണം കെട്ട് നാറും നീയും നിന്റെ മക്കളുമൊക്കെ. അതിനുത്തരവാദിയോ നിന്റെ മകള് തന്നെ. കെട്ടിപ്പൊക്കിയ പന്തലിൽ കെട്ടിത്തൂങ്ങിച്ചാകാം നിനക്കും നിന്റെ മക്കൾക്കും. അത് കണ്ടാലേ ഈ രാജേശ്വരിയുടെ കണ്ണിന് കുളിർമയാകൂ എന്നൊക്കെ ചിന്തിച്ചങ്ങനെ കാറിലിരിക്കുകയാണ് രാജേശ്വരി. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയോട് സംസാരിക്കുകയാണ് വിജയലക്ഷ്മി. സൗദാമിനി അപ്പച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ്, ബെല്ലും ബ്രേക്കും ഒക്കെ ഇല്ലാതെ അങ്ങനെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. എവിടെയാ എന്താ പറയേണ്ടതെന്ന് ഒരു ബോധവുമില്ല എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നു. അതൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. അതേസമയം അമ്മ അന്വേഷിച്ചോ എന്ന് പറഞ്ഞ് അവിടേക്ക് വരികയാണ് ശാലിനി. ശാലിനിയെ കണ്ട് വിജയലക്ഷ്മി പറയുകയാണ്, ഞാനാ മോളെ നിന്നെ വിളിക്കാനായിട്ട് പറഞ്ഞത്. 30 പവനും തികച്ചുണ്ടല്ലോ അല്ലേ? ശാരികയുടെ ദേഹത്ത് അത്രയൊന്നും ഞാൻ ഇട്ട് കണ്ടില്ല. അല്ല, നിങ്ങളെ സംശയമുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതേസമയം ശാലിനി ശാരദാമ്മയോട് പുറത്തേക്ക് പോകാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ശാരദാമ്മ പുറത്തേക്കും പോകുന്നു. തുടർന്ന് വിജയലക്ഷ്മി ശാലിനിയോട് പറയുകയാണ്, ഇവിടത്തെ അലങ്കാരങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതേസമയം പുറത്തേക്ക് പോയ ശാരദാമ്മ ഒരു ആഭരണ പെട്ടിയുമായി തിരിച്ചു വരികയാണ്. അത് തുറന്നു നോക്കി സന്തോഷിക്കുകയാണ് വിജയലക്ഷ്മി. ശാലിനി പറയുകയാണ്, 30 പവനും ദേഹത്തിട്ടാൽ ആകെ ബോറാകുമെന്ന് തോന്നി. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുത്തിട്ട് ബാക്കി എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, സ്വർണമെന്ന് പറയുന്നത് വെറുതെ വെച്ചേക്കാനുള്ളതാണോ? നമ്മുടെ പ്രതാപം മറ്റുള്ളവർ കാണണ്ടേ? ശാരികയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഞാൻ തന്നെ അങ്ങ് ഇട്ട് കളയാം. അത് കേട്ട് മുഖം മങ്ങുകയാണ് ശാരദാമ്മയുടെയും ശാലിനിയുടെയും. ഇതെന്തു വാടിയെന്ന് ശാരദാമ്മ ശാലിനിയോട് പതിയെ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ആൻറ്റി ഇട്ടോ, ആരെങ്കിലുമൊക്കെ ഇട്ട് കാണുന്നതാണ് ഞങ്ങൾക്കും ഇഷ്ടം. അതിനുശേഷം വളയും മാലയും ഒക്കെ സന്തോഷത്തോടു കൂടി ഇട്ടിട്ട് എങ്ങനെയുണ്ട് ശാരദാമ്മയെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് ശാരദാമ്മ പറയുന്നു. അതേസമയം രാജീവിന്റെ അപ്പച്ചി വന്ന് വിജയെ നിന്നെ രാജീവ് അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് വിജയലക്ഷ്മി. വിജയലക്ഷ്മി പോയ ശേഷം ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ്, ദേ മോളെ, ഇതെവിടെ പോയി നിൽക്കും ഈ സ്വർണ്ണക്കൊതി? രാജീവ് സാർ പറഞ്ഞിട്ടാണ് ഈ 30 പവൻ വിജയ ആൻറ്റി കണക്ക് പറഞ്ഞ് വാങ്ങുന്നതെന്ന് അമ്മ കരുതുന്നുണ്ടോ? സാറിന് ശാരികേച്ചിയെ മാത്രം മതി, പക്ഷെ സ്വർണം വേണ്ടത് വിജയ ആൻറ്റിക്കാണ്. അവര് വേണമെങ്കിൽ അത് മുഴുവനായിട്ടും അങ്ങോട്ട് എടുത്തോട്ടെ. രാജീവ് സാറും ശാരികേച്ചിയും സന്തോഷമായിട്ടിരുന്നാൽ മതി എന്ന് പറയുന്നു ശാലിനി. തുടർന്ന് എന്താടാന്നും പറഞ്ഞ് രാജീവിന്റെ അടുത്തേക്ക് വിജയലക്ഷ്മി ചെല്ലുമ്പോൾ വിജയലക്ഷ്മിയെ ഒന്ന് അടിമുടി നോക്കിയിട്ട് രാജീവ് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ മാലയും വളയും ഒക്കെ? മാലയും വളയും ഒക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് വിജയലക്ഷ്മി പറയുകയാണ്, നിന്റെ ശാരികയുടേതാടാ, നല്ല ഡിസൈൻ അല്ലേ? അന്നേരം വിജയലക്ഷ്മി മാറ്റി നിർത്തി രാജീവ് ചോദിക്കുകയാണ്, ശാരികയുടെ ആഭരണങ്ങൾ എങ്ങനെയാണ് അമ്മയുടെ കയ്യിൽ വന്നത്? ഓ അതോ, ശാരിക ഇട്ടിട്ട് കുറച്ച് മിച്ചം വന്നോ?
അപ്പോൾ ശാരദാമ്മയും ശാലിനിയും ഒക്കെ പറഞ്ഞു എന്നോട് ഇട്ടോളാൻ. എന്നിട്ടും ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. അന്നേരം രാജീവ് ചോദിക്കുകയാണ്, സ്വർണം വേണ്ടാന്ന് പറഞ്ഞു, അതും അമ്മ അല്ലേ? അതെ മോനെ, സത്യം. അവരെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ 1-2 ഇട്ടത്. വീണ്ടും വിജയലക്ഷ്മിയെ നോക്കിയിട്ട് രാജീവ് ചോദിക്കുകയാണ്, ഇതാണ് 1-2? അതേ മോനെ, അവർ സ്നേഹത്തോടെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ വേണ്ടെന്ന് പറയുന്നത്? ദേ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ ഫ്രണ്ട്സും കോളേജ് ലെക്ചേഴ്സും ഒക്കെ വരുന്ന ചടങ്ങാണ് ഇത്. എൻ്റെ സ്റ്റുഡൻസും ഒക്കെ വരുന്നുണ്ട്. ദയവ് ചെയ്ത് ഇവിടെ ജാടയും ആഭരണഭ്രമവും ഒക്കെ കാണിച്ച് എന്നെ ഇവിടെ നാണം കെടുത്തരുത്. ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അല്ല, കുറച്ച് കഴിയുമ്പോൾ കർമ്മി എന്നെ വിളിക്കും. അപ്പോൾ ചെറുക്കൻ്റെ അമ്മ പെണ്ണിൻ്റെ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അന്നേരം വെപ്രാളപ്പെട്ട് വിജയലക്ഷ്മി പറയുകയാണ്, ചെറുക്കനെ വിളിക്കാൻ പറഞ്ഞോ? എങ്കിൽ വാ, നമുക്ക് പോവാമെന്നും പറഞ്ഞ് രാജീവിനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് പന്തലിൽ തിരുമേനി വിഷ്ണുവിനോട് പറയുകയാണ്, ഇനി വരനെ വിളിക്കാം. അന്നേരം വിഷ്ണു പറയുകയാണ്, അവരോട് ഇറങ്ങാൻ പറഞ്ഞു. അന്നേരം വിജയലക്ഷ്മി രാജീവിനെയും കൂട്ടി പന്തലിലേക്ക് വരികയാണ്. തുടർന്ന് തിരുമേനി പറഞ്ഞ ചടങ്ങുകളൊക്കെ ചെയ്ത ശേഷം മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ് രാജീവ്. തുടർന്ന് തിരുമേനി വിഷ്ണുവിനോട് ഇനി വധുവിനെ വിളിക്കാം എന്ന് പറയുന്നു. അന്നേരം വിഷ്ണു അകത്തേക്ക് നോക്കി ഇറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ ഗേറ്റിന് പുറകിൽ നിന്നും കാണുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് താലപ്പൊലികളുടെ പുറകെയായി ശാരികയും കൂട്ടി പന്തലിലേക്ക് വരികയാണ് ശാരദാമ്മയും ശാലിനിയും ശ്യാമയും. നടന്നു വരുന്ന ശാരിക രാജീവിനെ തന്നെ നോക്കുകയാണ്. രാജീവും അതേപോലെ ശാരികയെ തന്നെ നോക്കിയിരിക്കുന്നു. തുടർന്ന് ശാരികയെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തുകയാണ് ശാരദാമ്മ. ഇരുന്ന ശേഷം രാജീവും ശാരികയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. എല്ലാവരും അതീവ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതേസമയം ശ്യാമ ശാരദാമ്മയോട് ചോദിക്കുകയാണ്, കുഞ്ഞേച്ചിയുടെ വീട്ടിൽ നിന്നും സത്യാമ്മയും ആരെയും കണ്ടില്ലല്ലോ അമ്മേ? നമ്മൾ പോയി ക്ഷണിച്ചതല്ലേ മോളെ, എന്തായാലും വരാതിരിക്കില്ലെന്ന് ശാരദാമ്മ പറയുന്നു. തുടർന്ന് തിരുമേനി ചോദിക്കുകയാണ്, ആരാണ് കുട്ടിയുടെ കൈ പിടിച്ചു കൊടുക്കുന്നത്? അന്നേരം ശാരദാമ്മയെ ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി പറയുകയാണ്, അത് ശാരദാമ്മ പറയട്ടെ. ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഗേറ്റിന് പുറകിൽ ഗോപാലകൃഷ്ണൻ. അന്നേരം തിരുമേനി പറയുകയാണ്, കുട്ടിയുടെ അച്ഛൻ വരാത്ത സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് വിഷ്ണുവിനെ നോക്കിയിട്ട് പറയുകയാണ്, വിഷ്ണുവേട്ടൻ കൈപിടിച്ച് കൊടുക്കും തിരുമേനി. ഇത് കേട്ട് ശാരദാമ്മയും ശാരികയും ഒക്കെ സന്തോഷിക്കുമ്പോൾ വിഷ്ണു പതിയെ ദാസനോട് പറയുകയാണ്, വിഷ്ണുവേട്ടനോ? അന്നേരം ദാസൻ പറയുന്നു, അതെ ആശാനെ, ആശാന്റെ റൂട്ടെല്ലാം ക്ലിയറായി. വീണ്ടും വിഷ്ണു പറയുകയാണ്, എടാ, 2ാമത്തെ ടൈമിലാണ് അവൾ എന്നെ സ്നേഹത്തോടുകൂടി വിഷ്ണുവേട്ടാന്ന് വിളിക്കുന്നത്. അതും പരസ്യമായിട്ട്. ഇതുവരെ അയാള് ഇയാള് എന്നൊക്കെ ആയിരുന്നു. അന്നേരം തിരുമേനി പറയുകയാണ്, എന്നാ പിന്നെ അയാളെ ഇങ്ങോട്ട് വിളിക്കുക. അന്നേരം ശാലിനി വിഷ്ണുവിനെ നോക്കുമ്പോൾ ആശാനെ ചെല്ലെന്നും പറഞ്ഞ് വിഷ്ണുവിനെ തള്ളിവിടുകയാണ് ദാസനും കമലനും. തുടർന്ന് സ്റ്റേജിലേക്ക് കയറി ശാലിനിയുടെ അടുത്തേക്ക് നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടിയോട് ചോദിക്കുകയാണ്, ഈ തെമ്മാടിയാണോ പെണ്ണിനെ കൈപിടിച്ചു കൊടുക്കുന്നത്? നീ ഒന്ന് അടങ്ങ്. തെമ്മാടിയോ കൊലപാതകയോ ആരോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ലാഭം 30 പവനാണ്. വിജയലക്ഷ്മിയുടെ ഭാവമൊക്കെ കണ്ട് ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ കരുതുകയാണ്, നിങ്ങളുടെ ഭാവമൊക്കെ എനിക്ക് മനസ്സിലായി. അത്ര തെമ്മാടിയൊന്നുമല്ല എൻ്റെ വിഷ്ണുവേട്ടൻ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള ആളാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന എൻ്റെ കൊച്ചു തെമ്മാടി എന്നൊക്കെ വിഷ്ണുവിനെ നോക്കി അങ്ങനെ കരുതുകയാണ് ശാലിനി. ശാലിനി എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകാതെ പക്ഷെ ശാലിനിയെ നോക്കി ചിരിക്കുകയാണ് വിഷ്ണു. അതേസമയം വിഷ്ണു ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശാലിനിയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് ശാലിനി വിഷ്ണുവിനോട് പതിയെ പറയുകയാണ്, അതെ, കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറി നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് കാറിൽ കുടുംബശ്രീയിലേക്ക് വരുന്ന സത്യഭാമയും സുസ്മിതയുമാണ്. സുസ്മിത ചോദിക്കുകയാണ്, ശാലിനി ഇത് ചെയ്തോന്ന് ഉറപ്പായി കഴിയുമ്പോൾ ആൻറ്റി എന്താണ് ചെയ്യാൻ പോകുന്നത്? ദേഷ്യത്തോടുകൂടി ഭാമ പറയുകയാണ്, അവൾക്ക് പിന്നെ സത്യഭാമയുടെ വീട്ടിൽ കുടിപാർപ്പ് ഉണ്ടാവില്ല സുസ്മിതേ. അതുതന്നെയാണ് ആൻറ്റി എനിക്കും വേണ്ടതെന്ന് സുസ്മിത മനസ്സിൽ കരുതുന്നു. പിന്നെ പോളച്ചനോട് വാങ്ങിച്ച ഓരോ പൈസയ്ക്കും കണക്ക് പറയേണ്ടി വരും ആ ശാരദയും മക്കളും. സത്യഭാമ എന്ന് പറയുന്ന ബ്ലേഡിന്റെ മൂർച്ച എന്താണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. കഴുത്തറ്റു പോകും എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് വേഗം വിടാൻ പറയുകയാണ് സത്യഭാമ. അത് കേട്ട് സന്തോഷിച്ച് സുസ്മിത കരുതുകയാണ്, ഞാൻ വരുന്നു ശാലിനി, നിന്റെ കളിയെല്ലാം ഇന്നത്തോടെ കഴിഞ്ഞു.
തുടർന്ന് പോളച്ചനും രാജേശ്വരിയും ഒക്കെ കാറിൽ പോകുന്നത് കാണിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കല്യാണ മണ്ഡപം തന്നെയാണ്. പെട്ടെന്ന് കാറിന്റെ ഹോൺ ശബ്ദം കേട്ട് ഗേറ്റിന്റെ മുൻപിൽ നിന്നും മാറി നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. കാറിൽ നിന്നിറങ്ങുന്ന രാജേശ്വരിയെ കണ്ട് ഗോപാലകൃഷ്ണൻ കരുതുകയാണ്, ഇവൾ എന്ത് ഭാവിച്ചിട്ടാണ് ഇവിടെ കല്യാണത്തിന് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഇതാകെ പ്രശ്നമാകുന്ന ലക്ഷണമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് അവിടേക്ക് എത്തിയ പോളച്ചൻ രാജേശ്വരിയോട് ചോദിക്കുകയാണ്, എന്താ രാജേശ്വരി, സത്യാമ്മ എന്തിനാണ് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, എല്ലാം ചെയ്തു വച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണോ? എന്താ രാജേശ്വരി, ഞാൻ എന്താണ് ചെയ്തത്? അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, സത്യഭാമയുടെ വീടിന്റെ ആധാരം എങ്ങനെയാണ് നിങ്ങളുടെ വീടിന്റെ ലോക്കറിൽ വന്നത്? അത് ഞാൻ പണയത്തിനെടുത്തതല്ലേ? അന്നേരം രാജേശ്വരി പറയുകയാണ്, ആര് പണയത്തിനെടുത്തു? സത്യഭാമ നിങ്ങളുടെ അടുത്ത് ആധാരം കൊണ്ടുവന്നോ പണയം വെക്കാനായിട്ട്? അത് ശാലിനിയല്ലേ പണയം വെച്ചത്, ശാരദാമ്മയുടെ മോള് അല്ലേന്ന് പോളച്ചൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, കൊള്ളാം, നല്ല തമാശ അല്ലേന്ന് എന്നോടാണോ ചോദിക്കുന്നത്? പോളച്ച, നിങ്ങൾക്ക് രക്തം വിയർക്കേണ്ടി വരും. സത്യഭാമയുടെ വീടിന്റെ ആധാരമാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ചില്ലറക്കാര്യമല്ലെന്ന് പറയുമ്പോൾ പോളച്ചൻ ഒന്നും അറിയാതെ ചോദിക്കുകയാണ്, മോഷ്ടിച്ചെന്നോ? ആര്? എപ്പോൾ? എന്താ പോളച്ച, നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായി പോയല്ലോ. നേരത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ? ആ ശാരദ നിങ്ങളെ ചതിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളത് കേട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അനുഭവിച്ചോ? അന്നേരം പോളച്ചൻ പറയുകയാണ്, അതിന് ശാരദാമ്മയുമായിട്ട് എനിക്കൊരു ഇടപാടും ഇല്ലെന്നേ. അവിടെയാണ് നിങ്ങൾ മണ്ടനായി പോയത്. നിങ്ങൾ ശാരദയ്ക്ക് പണം കൊടുക്കാതെ മടക്കി അയച്ചു. പക്ഷെ പിറ്റേ ദിവസം അതേ ശാരദയുടെ മകള് സ്വർണവും പണവും ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. കയ്യിലുള്ളതോ വേറൊരാളുടെ വീടിന്റെ ആധാരവും. എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു സംശയവും തോന്നിയില്ലേ? സ്വർണ്ണ കച്ചവടത്തിനെന്നല്ല, ഉമിക്കരി വിൽക്കാൻ പോലും നിങ്ങളെ കൊള്ളില്ല. ചേച്ചിയുടെ കല്യാണം നടക്കില്ലെന്നറിഞ്ഞപ്പോഴാണ് ആ ശാലിനി കടുങ്കൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതിനുവേണ്ടി സത്യഭാമയുടെ വീടിന്റെ ആധാരം മോഷ്ടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്തവള് പണയം വെച്ചു. എന്നാലോ വിഡ്ഢിയായ നിങ്ങൾ സ്വർണവും പണവും വാരിയങ്ങ് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സത്യഭാമയെ വിളിച്ച് ചോദിക്കാനുള്ള ബോധം പോലും ഉണ്ടായില്ലല്ലോ പോളച്ച എന്നൊക്കെ പോളച്ചനോട് ചോദിക്കുകയാണ് രാജേശ്വരി. ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് ഒരു വണ്ടിയുടെ മറവിൽ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം പോളച്ചൻ പറയുകയാണ്, രാജേശ്വരി അങ്ങനെ പറയരുത്. സത്യഭാമയുടെ മകൻ വിഷ്ണുവാണ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് ശാലിനി ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു കൊടുക്കണമെന്ന്. അന്നേരം രാജേശ്വരി പറയുകയാണ്, അയ്യേ, ഇതാണിപ്പോൾ നന്നായത്. പോളച്ച, നിങ്ങളുടെ സ്വർണ്ണക്കട വിൽക്കാൻ നിങ്ങളുടെ സമ്മതം വേണ്ടേ? നിങ്ങളുടെ മകൻ വിളിച്ചു പറഞ്ഞാൽ മതിയെന്നാണോ? അതെവിടത്തെ ന്യായമാണ്? അതെ, ഈ ശാലിനിയുടെ ഭർത്താവാണ് വിഷ്ണു. അവന് ചിലപ്പോൾ ഭാര്യ വീട്ടുകാരോട് സ്നേഹം പൊട്ടിമുളച്ചു കാണും. പക്ഷെ സത്യഭാമയ്ക്ക് അതില്ല. സത്യത്തിൽ ഈ ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള വിവാഹം പോലും സത്യഭാമയുടെ അറിവോടുകൂടി നടന്നതല്ല. വാസ്തവത്തിൽ തൻ്റെ വീടിന്റെ ആധാരം മോഷ്ടിക്കപ്പെട്ടുവെന്ന് സത്യഭാമ ഇപ്പോൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ കേട്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് പോളച്ചൻ. അല്ല, പോളച്ചൻ എത്രയാണ് ആധാരം പണയമായിട്ട് വാങ്ങി കൊടുത്തത്? 30 പവനും 10 ലക്ഷം രൂപയുമെന്ന് പോളച്ചൻ പറയുന്നു. അത് കൊള്ളാം. കെട്ട് നടന്നു കഴിഞ്ഞാലേ ആ 30 പവനും ചെറുക്കൻ വീട്ടുകാർക്ക് ഉള്ളതാണ്. പോളച്ചനും അവരുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല. ശാരദയുടെ കയ്യിൽ നിന്നും സ്ത്രീധനമായിട്ട് വാങ്ങിച്ച സ്വർണം അവർ പോളച്ചന് തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് കേട്ട് പന്തലിലേക്ക് നോക്കുകയാണ് പോളച്ചൻ. അതേസമയം തിരുമേനി താലിയെടുത്ത് രാജീവിന് കൊടുക്കുകയാണ്. രാജീവ് താലി ശാരികയുടെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും നിർത്ത് എന്ന് പറയുകയാണ് പോളച്ചൻ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുകയാണ് കല്യാണ പന്തലിൽ ഇരുന്ന എല്ലാവരും. ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.